ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ലെങ്തി ആയി പോകുമ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും മടുപ്പ് തോന്നിയേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് നോക്കാം. ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ 2016 ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഫസ്റ്റ് ഡിഫറൻസ് ആണ്. എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ ബാങ്കർ while a bill of exchange may be drawn on anyone including banker. അപ്പോൾ ഒരു ചെക്ക് എപ്പോഴും നമ്മൾ ഡ്രോ ചെയ്യുന്നത് ആരുടെ പേരിലായിരിക്കും? ഒരു ബാങ്കറിൻ്റെ പേരിലായിരിക്കും. അതായത് ഒരു ബാങ്കിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് ഒരു ചെക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏത് പേഴ്സൻ്റെ പേരിലും ആവാം, ഇൻക്ലൂഡിങ് ബാങ്കർ. ബാങ്കറിൻ്റെ പേരിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാവുന്നതാണ്. ഏത് പേഴ്സൺ എന്ന് പറയുമ്പോൾ നിയമത്തിൽ പേഴ്സൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അയാൾ ഒരു മേജർ ആയിരിക്കണം, ലുണാറ്റിക് ആയിരിക്കരുത്, ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നതോ അതോ ഇൻസോൾവൻസി നേരിടുന്ന ഒരാളോ ആയിരിക്കരുത്. അതല്ലാതെ ഏത് പേഴ്സൻ്റെ പേരിലും നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാവുന്നതാണ്, ബാങ്കറിൻ്റെ പേരിലും ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ്, എ ചെക്ക് ഈസ് യൂസ് ടു മേക്ക് പേയ്മെന്റ് ഈസി ഓൺ ഡിമാൻഡ് ആൻഡ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ ഹാൻഡ് ഡെലിവറി. But a bill of exchange is written document that shows the indebtedness of the debtor towards the creditor. അപ്പോൾ ചെക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈസി പേയ്മെന്റിന് വേണ്ടിയാണ്, അല്ലേ? അതായത് നമുക്ക് ഒരാൾ ഒരു ചെക്ക് എഴുതി തന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിമാൻഡ് ചെയ്യുമ്പോഴേ അത് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അതല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡ് ഡെലിവറി വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും മറ്റൊരാൾക്ക്. അതായത് ബെയറർ ചെക്കിനെ പറ്റിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്കിനെ എന്ത് ചെയ്യാവുന്നതാണ്? എൻക്യാഷ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രെഡിറ്റർക്ക് അയാളുടെ ഡെപ്റ്ററിനോടുള്ള ബാധ്യതയാണ് എവിടെ കാണിക്കുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കാണിക്കുന്നത്. അതായത് ഡ്രോയിയുടെ പേരിൽ ഡ്രോയർ എന്ത് ചെയ്യാണ്? അതായത് ക്യാഷ് തരണം, ഡിമാൻഡ് ചെയ്യുമ്പോൾ ക്യാഷ് തരണം, അല്ലെങ്കിൽ ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ ക്യാഷ് തരണം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ ഡിഫറൻസ് നോക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. Check is defined in section 6 of Negotiable Instrument Act, while bill of exchange is defined in section 5 of Negotiable Instrument Act. അപ്പോൾ ചെക്ക് എന്ന് പറയുന്നത് സെക്ഷൻ 6 ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ സെക്ഷൻ 6ലാണ് ചെക്കിനെ മെൻഷൻ ചെയ്യുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ തന്നെ സെക്ഷൻ 5ലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി പറയുന്നത്. ചെക്ക് ഹാസ് വാലിഡിറ്റി പീരീഡ് ഓഫ് 3 months, while it is not applicable in bill of exchange. ചെക്കിന്റെ വാലിഡിറ്റി എത്രയാണെന്ന് നമുക്കെല്ലാം അറിയാം. 3 മാസമാണ് ചെക്കിന്റെ വാലിഡിറ്റി. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ഈ വാലിഡിറ്റി ആപ്ലിക്കബിളേ അല്ല. ചെക്ക് ഈസ് പേബിൾ ടു ദി ബെയറർ ഓൺ ഡിമാൻഡ്. അപ്പോൾ ചെക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? ബെയറർ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഈസ് പേബിൾ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദി എക്സ്പയറി ഡേറ്റ്. ഡിമാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേ ചെയ്യാൻ പറ്റും. അതല്ല ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എക്സ്പയറി ഡേറ്റ്, മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുന്നതാണ്. Grace days is not applicable to check, while 3 days of grace period is allowed in bill of exchange. അപ്പോൾ ഗ്രേസ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 3 days കൂടെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേസ് പീരീഡിനെ പറ്റി നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചെക്കിൽ ഈ ഗ്രേസ് പീരീഡിന് എന്തില്ല? വാലിഡിറ്റി ഇല്ല. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്തുണ്ട്? ഗ്രേസ് പീരീഡ് അലൗഡ് ആണ്. എ ചെക്ക് ഡസ് നോട്ട് റിക്വയർ അക്സെപ്റ്റൻസ്, വൈൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നീഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ ഒരു ചെക്ക് ആണെങ്കിൽ ആ ഡ്രോയർ മാത്രം എന്ത് ചെയ്താൽ മതി? അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡ്രോയറും ഡ്രോയും എന്ത് ചെയ്യേണ്ടതാണ്? അക്സെപ്റ്റ് ചെയ്ത് സൈൻ ഇടേണ്ടതാണ്. അപ്പോൾ ചെക്കിന് എന്ത് വേണ്ട? അക്സെപ്റ്റൻസ് ഒന്നും വേണ്ട. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് എന്ത് വേണം? അക്സെപ്റ്റൻസ് വേണം. സ്റ്റാമ്പിംഗ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ചെക്ക്, ബട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഷുഡ് ബി സ്റ്റാമ്പ്ഡ്. അപ്പോൾ ചെക്കിന് എന്തില്ല? സ്റ്റാമ്പിംഗ് ആവശ്യമില്ല. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് സ്റ്റാമ്പിംഗ് വേണം. ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ്, വൈൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കനോട്ട് ബി ക്രോസ്ഡ്. ചെക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഇൻ ചെക്ക് ഞാൻ ആ വീഡിയോയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കാണുക. നോട്ടീസ് ഓഫ് ഡിസോണർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് നെസസറി, ബട്ട് നോട്ട് ഇൻ ദ കേസ് ഓഫ് എ ചെക്ക്.
അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയാൽ അതിന്റെ ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ചെക്ക് ഡിസോണർ ആകുമ്പോൾ അതിന് പ്രത്യേകിച്ച് നോട്ടീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെക്ക് പല കാരണങ്ങൾ കൊണ്ട് ഡിസോണർ ആവാറുണ്ട്. അതിന്റെ ക്ലാസ് പിന്നീട് എടുക്കാം. A check is a revocable mandate and its authority can be revoked by countermanding or stopping payment. This is not so in the case of bill of exchange. അപ്പോൾ ചെക്ക് എന്ന് പറയുന്നത് ഒരു റിവോക്കബിൾ മാൻഡേറ്റ് ആണ്. അതായത് അതിനെ നമുക്ക് അസാധുവാക്കാൻ പറ്റും. എപ്പോഴാണ്? ആ ബാങ്കിൻ്റെ കസ്റ്റമർ, അതായത് ചെക്ക് കൊടുത്ത കസ്റ്റമർ ഇൻസോൾവെൻ്റ് ആവുകയോ അതല്ല അയാളെ ഇൻസോൾവെൻ്റ് ആയിട്ട് കോടതി പ്രഖ്യാപിക്കാൻ പോവുകയോ ചെയ്യുമ്പോഴോ അതല്ല ആ കസ്റ്റമറുടെ ഡെത്ത് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യപ്പെടും. അപ്പോൾ അത് ചെക്കിൻ്റെ കാര്യത്തിലാണ്. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അങ്ങനെയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ഇപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലെ ലിമിറ്റേഷൻ മാത്രമാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ് ലിമിറ്റേഷനായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. Double account system is a method of presenting annual final accounts or financial statements of public utility undertakings like railway, electricity, gas company, etc., which operate under special act of parliament and enjoy monopolistic right. They are usually run by government or by local authorities. അപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ആരാണ്? പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ആണ്. അതായത് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ എന്ന് പറയുമ്പോൾ റെയിൽവേ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് കമ്പനി പോലുള്ള അതോറിറ്റീസ് ആണ്. ഇവർ യൂഷ്വലി മൊണോപോളിസ്റ്റിക് റൈറ്റ് ആയിരിക്കും എൻജോയ് ചെയ്യുന്നത്, അല്ലെ അവർക്ക് കുത്തകാവകാശമായിരിക്കും ആ ഒരു മേഖലയിലേക്ക് ഉള്ളത്. പിന്നെ ഇത് ഫോം ചെയ്യുന്നത് പാർലമെൻറ്റിൽ സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കമ്പനീസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള കമ്പനീസ് ഗവൺമെൻറ്റോ അല്ലെ ഗവൺമെൻറ് കീഴിലുള്ള ലോക്കൽ അതോറിറ്റീസോ ആയിരിക്കും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂട്ടിലിറ്റീസ് അല്ലെ ഇങ്ങനെയുള്ള കൺസേൺസ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ട്സിനെയാണ് നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി അടുത്ത പാരഗ്രാഫിൽ നോക്കാം. These undertakings require huge amount of capital and such concern are mostly bound to give full information to the public in order to show how the amount of capital was raised and what were its sources and how the amount of capital was utilized in acquiring fixed asset as distinct from floating asset and current liabilities. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം. ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അവർ എങ്ങനെയൊക്കെയാണ് റേസ് ചെയ്യുന്നത്? ആ റേസ് ചെയ്ത ക്യാപിറ്റൽ എങ്ങനെയൊക്കെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ഫിക്സഡ് അസറ്റ് നേടാൻ വേണ്ടി അവർ ആ എമൗണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്? അതായത് ഫ്ലോട്ടിംഗ് അസറ്റിനെ കറണ്ട് ലൈബിലിറ്റീസിനെ പറ്റി പറയുന്നില്ല. ആ റേസ് ചെയ്ത ഹ്യൂജ് എമൗണ്ട് അവരെങ്ങനെയൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഇവർ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. കാരണം ഇതെന്താണ്? ഇതൊരു പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ ആണ്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകദേശം എല്ലാം പബ്ലിക്കിന് അറിയേണ്ടതായിട്ട് ഉണ്ട്. For this purpose, two chamber balance sheet is prepared. The first part being receipt and expenditure on capital account and second part being general balance sheet. അപ്പോൾ പബ്ലിക്കിനെ കൃത്യമായിട്ട് എല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി ഇവർ ബാലൻസ് ഷീറ്റ് തന്നെ രണ്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റേത് ജനറൽ ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് രണ്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. അപ്പോൾ നമുക്ക് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് പാർലമെൻറ്റിൽ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്ത് ഫോം ചെയ്ത കമ്പനീസ് ആയിരിക്കും. ഉദാഹരണം എന്ന് പറയുന്നത് ഗ്യാസ് കമ്പനീസ്, അതല്ല ഇലക്ട്രിക് കമ്പനീസ്, അങ്ങനെയുള്ള കമ്പനീസ് ആയിരിക്കും. ഇവർക്ക് എന്ത് കാണും? ഇവർക്ക് മോണോപോളിസ്റ്റിക് റൈറ്റ് കാണും, അവർക്ക് കുത്തകാവകാശം കാണും. ഈ കമ്പനീസിന് ഹ്യൂജ് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഹ്യൂജ് ക്യാപിറ്റൽ എങ്ങനെയൊക്കെയാണ് ഇവർ റേസ് ചെയ്യുന്നത്, ഈ ക്യാപിറ്റലിനെ അവർ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതും എന്നും ഇവർക്ക് എന്ത് ചെയ്യണം? ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റിനെ രണ്ട് ചേമ്പേഴ്സ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? റെസീപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. നമുക്ക് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചറാണ് എ പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ് നീഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദി അക്വസിഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ദെയർഫോർ ഫിക്സ്ഡ് അസറ്റ്, ഫിക്സ്ഡ് ലയബിലിറ്റീസ് ആർ ടു ബി ഡെൽറ്റ് സെപ്പറേറ്റ്ലി. Fixed asset and fixed or long-term liabilities are recorded in the receipts and expenditure on capital account. Similarly, current asset and current liabilities are recorded in the general balance sheet.
അപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്സിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം. ഫിക്സഡ് അസറ്റ് നേടാനായിട്ട് അവർക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം. അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റീസും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതിനാൽ ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റീസും, അതായത് ഫിക്സഡ് അസറ്റ് ആൻഡ് ഫിക്സ്ഡ് ഓർ ലോങ് ടേം ലയബിലിറ്റീസിനെ അവർ റിസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ജനറൽ ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഫീച്ചർ. Second feature, the balance sheet is prepared and presented in two parts, that is capital account and general balance sheet. ബാലൻസ് ഷീറ്റിനെ രണ്ടായിട്ടാണ് അവർ രണ്ട് പാർട്സ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. അടുത്ത ഫീച്ചർ, റവന്യൂ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സിമിലർലി നെറ്റ് റവന്യൂ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഇവർ റവന്യൂ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പകരം ഇവർ നെറ്റ് റവന്യൂ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചറാണ്, ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഡിഡക്റ്റഡ് ഫ്രം ദി അസറ്റ് കൺസേൺഡ്. Instead, depreciation fund is created and shown in the general balance sheet as these companies require huge amount of replacement of their asset. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാറില്ല, അതേ അസറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാറില്ല. എന്നാൽ അതിന് പകരം അവരെന്താ ചെയ്യുന്നത്, ജനറൽ ബാലൻസ് ഷീറ്റിൽ ഡിപ്രീസിയേഷന് വേണ്ടി തന്നെ പുതിയൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അവർ ഡിപ്രീസിയേഷൻ ഫണ്ട് ജനറൽ ബാലൻസ് ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ any kind of funds and reserve as sinking fund, depreciation fund, general reserve fund, capital reserve fund, the balance of a revenue account or net revenue account are shown in the liability side of general balance sheet. അപ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫണ്ട്സും കൂടാതെ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസും റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസും എല്ലാം ഇവർ ജനറൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രീമിയംസ് ആർ പെർമനൻ്റ്ലി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ഐറ്റം. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയംസിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്കൗണ്ടും പ്രീമിയംസും ക്യാപിറ്റൽ ഐറ്റമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സും ഷെയർസും സ്റ്റോക്സിനെയും അവർ ക്യാപിറ്റൽ ഐറ്റമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഡിബെഞ്ചേഴ്സ്, ഷെയർസ് ആൻഡ് സ്റ്റോക്സ് ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ഐറ്റംസ്. ഈ ഡിബെഞ്ചേഴ്സിനെ എല്ലാം കൂടി നമുക്ക് ലോൺ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ലോൺ ക്യാപിറ്റലിനെയും അവർ ക്യാപിറ്റൽ ഐറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഡിബെഞ്ചേഴ്സ് ആർ ചാർജ്ഡ് അഗൈൻസ്റ്റ് നെറ്റ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോണും ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സും ഒക്കെ നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെയാണ്, ആസ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് കമ്പൽസറിലി ക്രിയേറ്റഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദി റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ് വിതൗട്ട് അഫക്റ്റിംഗ് ദി ലിക്വിഡ് അസറ്റ് ദാറ്റ് ഈസ് ക്യാഷ് ഓഫ് ദി കൺസേൺ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫണ്ട് അവർ നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്, ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അസറ്റിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ കൺസേണിൽ, അതായത് അവരുടെ സ്ഥാപനത്തിലിരിക്കുന്ന ക്യാഷ് എടുത്ത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം അവർ നേരത്തെ തന്നെ അതിനുവേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദ സെഗ്രിഗേഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു റവന്യൂ അക്കൗണ്ട് ആൻഡ് നെറ്റ് റവന്യൂ അക്കൗണ്ട് എൻഷുവേഴ്സ് ദ അസർടൈൻമെൻറ്റ് ഓഫ് പ്യുവർ ഓപ്പറേഷണൽ റിസൾട്ട് ഓഫ് ദി കൺസേൺ. അതായത് നമ്മളിവിടെ രണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, റവന്യൂ അക്കൗണ്ടും നെറ്റ് റവന്യൂ അക്കൗണ്ടും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൺസേണിൻ്റെ ട്രൂ ഓപ്പറേഷണൽ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. The capital account helps us to understand the sources of capital in various forms and the application of the same in form of fixed asset. Thus, it can easily be followed by an ordinary person. അപ്പോൾ ഈ കമ്പനീസ് എന്ന് പറയുന്നത് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക്കിനും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇതിലെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ എവിടെ നിന്നൊക്കെ റേസ് ചെയ്തു, ആ ക്യാപിറ്റൽ എങ്ങനെയൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഓർഡിനറി പേഴ്സണ് പോലും ഈ അക്കൗണ്ട്സ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. The presentation of accounts in the prescribed form enables the state to that the undertaking is rendering efficient service at reasonable cost. അപ്പോൾ നമുക്കറിയാം ഈ കൺസേൺസ് എല്ലാം ഓൾമോസ്റ്റ് മോണോപ്പൊളി എൻജോയ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്, അതായത് കുത്തക അവകാശം നേടിയെടുത്ത കമ്പനീസാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ ഇവർ ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് എൻഷുർ ചെയ്യാൻ പറ്റും, ഈ കമ്പനീസ് റീസണബിൾ റേറ്റിനാണോ സാധനങ്ങൾ ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സർവീസ് റീസണബിൾ റേറ്റിനാണോ സപ്ലൈ ചെയ്യുന്നതെന്ന് ഗവൺമെൻറ്റിന് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു.
അതായത് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. The revenue account fails to exhibit the true and fair view of the result of the business as interest paid or received is not shown in the revenue account. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ P&L അക്കൗണ്ടിന്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റവന്യൂ അക്കൗണ്ട്. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ്ഡും ഇൻട്രസ്റ്റ് പെയ്ഡും എല്ലാം എന്ത് ചെയ്യാറുണ്ട്, റെക്കോർഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ റവന്യൂ അക്കൗണ്ടിനകത്ത് ഇൻട്രസ്റ്റ് പെയ്ഡും ഇൻട്രസ്റ്റ് റിസീവ്ഡും റെക്കോർഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കറക്റ്റ് റിസൾട്ട് എന്താണെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അടുത്ത പോയിന്റ്, ദ ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ നോട്ട് ഏബിൾ ടു ഡിസ്ക്ലോസ് എ ഫെയർ ആൻഡ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി സിൻസ് ദ അസറ്റ് ആർ ഷോൺ ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ബൈ ദി ഡിപ്രീസിയേഷൻ ഫണ്ട് വിച്ച് അപ്പിയേഴ്സ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ത് കാണിക്കത്തില്ല. ബാലൻസ് ഷീറ്റ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താണ്, നമ്മൾ നോർമലി ഉള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ എഴുതിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ഡിപ്രീസിയേഷനൊക്കെ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അസറ്റിൻ്റെ ട്രൂ വാല്യൂ, ആ സമയത്തുള്ള ട്രൂ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല, ഡിഡക്റ്റ് ചെയ്യുന്നില്ല. പകരം അവരെന്താണ് ചെയ്യുന്നത്, ഒരു പ്രത്യേകം ഡിപ്രീസിയേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിപ്രീസിയേഷൻ ഫണ്ട് ആണെങ്കിലോ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ജനറൽ ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ്, പ്രിലിമിനറി എക്സ്പെൻസസ് ആസ് കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ആക്ട്സ് ആൻഡ് പാർലമെൻ്ററി എക്സ്പെൻസസ് ഇൻ പുട്ടിംഗ് ഫോർവേഡ് ന്യൂ ബിൽ മേ ബി പെർമനൻ്റ്ലി ക്യാപിറ്റലൈസ്ഡ്. അതായത് നമുക്കറിയാം ഈ സ്ഥാപനം തുടങ്ങുന്നത് പ്രത്യേകം പാർലമെൻറ്റിൽ ആക്ട് പാസ്സാക്കിയിട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ ചിലവുണ്ട്. അപ്പോൾ ഈ ചിലവെല്ലാം എന്ത് ചെയ്യാറുണ്ട്, അതായത് ഇത് പ്രിലിമിനറി എക്സ്പെൻസസ് ആണല്ലേ, ഇതിനെ എന്ത് ചെയ്യാറുണ്ട്, പെർമനൻ്റ്ലി ക്യാപിറ്റലൈസ്ഡ് ആക്കി മാറ്റാറുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. Moreover, some of the assets of short duration are taken to account and are continued to be shown at cost price even after they have been reduced to scrap value. അപ്പോൾ അടുത്ത മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ത്, ഈ അസറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ, അതായത് കുറച്ച് കാലയളവ് മാത്രമുള്ള അസറ്റിനെ എടുത്തിട്ട്, അതായത് ആ അസറ്റ് അതിൻ്റെ കാലയളവ് കഴിയുമ്പോൾ അത് സ്ക്രാപ്പ് വാല്യൂ ആയിട്ടും ഉണ്ടാവും. എന്നിട്ട് കൂടിയും അതിനെ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് പ്രൈസിൽ തന്നെ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. There are practical difficulties in drawing the necessary distinction between capital and revenue expenditure. അപ്പോൾ ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതാണ് എന്ന എക്സ്പെൻഡിച്ചർ വരുമ്പോഴത്തേക്ക് അതിനെ ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ, അതിനെ വേർതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയുക. ഇങ്ങനെ തന്നെ ക്ലാസ് മതിയോ എന്നുകൂടെ പറയുക. താങ്ക് യു.